Hi children, ഇന്ന് നമ്മൾ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന പാഠത്തിൻ്റെ അവസാനത്തെ 3 പാരഗ്രാഫാണ് നോക്കുന്നത്. അതായത് 10, 11, 12. അപ്പം അടിക്ക് അമേരിക്കയിലെ റൂംമേറ്റിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ. അപ്പം ആ അമേരിക്കയുടെ റൂംമേറ്റിൻ്റെ ജീവിതത്തിലുടനീളം അവർ ഈ ഒറ്റ കഥയുടെ, അതായത് അവരുടെ മനസ്സിൽ ആഫ്രിക്കക്കാരെ കുറിച്ച് കുറേ ഒറ്റ കഥകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പല ഭാഷ്യങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം എന്നാണ് അടേക്ക് കരുതുന്നത്. അപ്പോൾ ഈ ഒറ്റ കഥ അവരുടെ മനസ്സിൽ, റൂംമേറ്റിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിരിക്കുകയും അതിൻ്റെ പല ഭാഷ്യങ്ങൾ കേൾക്കുകയും കാണുകയും അവരുടെ ജീവിതത്തിലുടനീളം അതിൻ്റെ പല ഭാഷ്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാണ് അടേക്ക് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു പ്രൊഫസർ അടേക്കയോട് പറഞ്ഞു, അടേക്കയുടെ നോവലുകൾ, അതായത് അവൾ എഴുതുന്ന കാര്യങ്ങൾ ആധികാരികമായി ആഫ്രിക്കൻ അല്ല എന്ന് ഒരിക്കലൊരു പ്രൊഫസർ അടേക്കയോട് പറഞ്ഞു. അപ്പം ആഫ്രിക്കൻ ആധികാരികത എന്താണെന്നുള്ളത് അടേക്കയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പം ആ പ്രൊഫസർ എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിനെ പോലെ മധ്യവർഗത്തിൽപ്പെട്ട വിദ്യാസമ്പന്നരായ ആളുകളാണ് അടേക്കയുടെ കഥാപാത്രങ്ങൾ, നോവലിലെ കഥാപാത്രങ്ങൾ എന്നാണ് പ്രൊഫസർ പറഞ്ഞത്. അദ്ദേഹത്തിനെ പോലെ വിദ്യാസമ്പന്നനും മധ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലും അടേക്കയുടെ നോവലുകളിലുള്ളത്. അതുകൊണ്ട് അത് ആധികാരികമായി ആഫ്രിക്കൻ അല്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പം ആഫ്രിക്കൻ ആധികാരികത എന്താണെന്നുള്ളത് അടേക്കയ്ക്ക് അറിയില്ലായിരുന്നു. അടേക്കയുടെ കഥാപാത്രങ്ങൾ കാർ ഓടിച്ചിരുന്നു. അവർക്ക് പട്ടിണിയൊന്നും ഇല്ലായിരുന്നു. അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അത് ആഫ്രിക്കൻ ആധികാരികത ഇല്ല എന്ന് പ്രൊഫസർ അഭിപ്രായപ്പെട്ടത്. അപ്പം ആ പ്രൊഫസറിനും ആഫ്രിക്കക്കാരെ കുറിച്ച് ഒരൊറ്റ കഥയാണ് മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആഫ്രിക്കക്കാരെപ്പോഴും പാവപ്പെട്ടവരും വിദ്യാസമ്പന്നരല്ലാത്തവരും അപരിഷ്കൃതരുമായിരിക്കണം എന്നാണ് അദ്ദേഹവും ഒറ്റ കഥ മെനഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ അടേക്കയുടെ നോവലുകളിൽ അവൾ എഴുതിയിരുന്നതെല്ലാം വിദ്യാസമ്പന്നരായ മധ്യവർഗത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്ന പട്ടിണിയൊന്നുമില്ലാത്ത ആളുകളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അത് ആധികാരികമായി ആഫ്രിക്കൻ അല്ല എന്ന് ഈ പ്രൊഫസർ അഭിപ്രായപ്പെട്ടത്. പിന്നെ എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ജീവിതം വിജയകരമാകണമെങ്കിൽ അവർക്കൊരു ദുരിതപൂർണമായ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ ബാല്യകാലം ഉണ്ടായിരിക്കണം എന്ന് വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ അടേക്ക് മനസ്സിലാക്കിയ മറ്റൊരു ഒറ്റക്കഥയായിരുന്നു. അപ്പം ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ അവർക്ക് ദുരിതപൂർണമായ ഒരു ബാല്യകാലം ഉണ്ടായിരിക്കണം എന്നുള്ളത് പണ്ട് മുതലേ അടേക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ നല്ല എഴുത്തുകാരിയാണ്. അപ്പം അവളുടെ അച്ഛനും അമ്മയും അവളോട് ചെയ്ത ദുരിതപൂർണമായ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾ അന്വേഷിച്ച് കണ്ടെത്താൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഒരു മോശപ്പെട്ട ദുരിതപൂർണമായ ഒരു ബാല്യകാലമായിരുന്നില്ല അടേക്കയ്ക്ക് ഉണ്ടായിരുന്നത്. അവളുടെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. നല്ല ഗാഢതയും നല്ല ഉറപ്പുള്ള ഒരു നല്ല ഐക്യമുള്ള ഒരു കുടുംബമായിരുന്നു അടേക്കയുടേത്. ആ ഒരു കുടുംബത്തിൽ ശരിക്കും സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ല ബാല്യകാലത്തിൽ ഉറപ്പുള്ളതുമായ നല്ല സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞ നല്ലൊരു കുട്ടിക്കാലം ആണ് അടേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ
എഴുത്തുകാർക്ക് ദുരിതപൂർണമായ ഒരു ജീവിതം, കുട്ടിക്കാലം ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു തെറ്റായ ഒറ്റക്കഥ, അടീച്ചയുടെ കാര്യത്തിൽ അവൾക്കത് പ്രായോഗികമാക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അവൾ നല്ല രീതിയിലുള്ള ഒരു കുട്ടിക്കാലത്ത് തന്നെയാണ് കഴിഞ്ഞു വന്നത്. അതുകൊണ്ട് അവൾക്ക് ആ ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അഭയാർത്ഥി ക്യാമ്പുകളിൽ വെച്ച് മരണമടഞ്ഞ മുത്തച്ഛന്മാർ ആർക്കുണ്ടായിരുന്നു? അടീച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അടീച്ചയുടെ ഒരു കസിനായ പോളി മരിച്ചത് ആവശ്യത്തിന് വൈദ്യസഹായം, ആരോഗ്യപരമായ ശുശ്രൂഷ കിട്ടാതെയാണ് അടീക്കയുടെ ഒരു കസിനായ പോളി മരിച്ചത്. വേറൊരു അടുത്ത കൂട്ടുകാരനായ ഒക്കലോമ മരിച്ചത് വിമാന അപകടത്തിലായിരുന്നു. കാരണം അവരുടെ അഗ്നിശമന സേന വിഭാഗത്തിൻ്റെ വാഹനത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒക്കലോമ എന്ന് പറയുന്ന അടീക്കയുടെ ഒരു കൂട്ടുകാരൻ മരിക്കാൻ ഇടയായത്. അതുപോലെ തന്നെ അടീക്കി വളർന്നത് കടുത്ത വിദ്യാഭ്യാസത്തിന് ഒരു മൂല്യവും കൊടുക്കാത്ത പട്ടാള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. എല്ലാം അടിച്ചമർത്തുന്ന, വിദ്യാഭ്യാസത്തിന് ഒരു മൂല്യവും കൊടുക്കാത്ത ഒരു പട്ടാള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അടീക്കയുടെ ജീവിതം. അതുകൊണ്ട് ഈ അടീക്കയുടെ മാതാപിതാക്കൾക്ക് പലപ്പോഴും ശമ്പളമൊന്നും കൊടുത്തിരുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കഥകളാണ് ഈ അടീക്കയായിട്ട് വാർത്തെടുത്തത് എന്നാണ് അവൾ പറയുന്നത്. അപ്പം ഈ നിഷേധാത്മകമായ കഥകൾ മാത്രം നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവൾക്ക് ഉണ്ടായ അനുഭവങ്ങളെ പരത്തി പറയേണ്ടതായിട്ട് വരികയും മാത്രമല്ല അവളെ രൂപപ്പെടുത്തിയ അനേകം കഥകളെയെല്ലാം അവഗണിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പം കുറേ ഒറ്റക്കഥകൾ നിലനിൽപ്പുണ്ട്, അതിൻ്റെതായ അപകടങ്ങളും ഉണ്ട്. അപ്പോൾ ഈ നിഷേധാത്മകമായ കഥകളെ മാത്രം ആശ്രയിച്ച് നിർബന്ധം പിടിച്ച് അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, നിഷേധാത്മകമായ ഈ കഥകളെ മാത്രം നിർബന്ധമായിട്ട് മുറുകെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് അടീച്ചയ്ക്കുണ്ടായ അനുഭവങ്ങളെ പരത്തി പറയുകയും അവളെ രൂപപ്പെടുത്തിയെടുത്ത ഒരു അനേകം കഥകളാണ് അവളെ രൂപപ്പെടുത്തിയെടുത്തത്, അതിനെല്ലാം അവഗണിക്കേണ്ടിയും വരുമെന്നാണ് അടീക്കി പറയുന്നത്. അപ്പം ഈ ഏകകഥ എന്ന് പറയുന്നത്, അതിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് തനി പകർപ്പുകളെ സൃഷ്ടിക്കുന്നു. ഈ ഏകകഥയിൽ വിശ്വസിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് തനി പകർപ്പുകളെ സൃഷ്ടിക്കുകയും ആ തനി പകർപ്പ് എന്ന് പറയുന്നത് അപൂർണവുമാണ്, അസത്യവുമാണ്. ഈ തനി പകർപ്പുകൾ ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയും അതിനപ്പുറം ചിന്തിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ഏകകഥയിൽ നിന്നുണ്ടാകുന്ന ആ കാഴ്ചപ്പാട് തനി പകർപ്പുകളെ സൃഷ്ടിക്കും. ആ തനി പകർപ്പുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അപൂർണവുമായിരിക്കും, അസത്യവുമായിരിക്കും. അത് ഈ കഥകളെയെല്ലാം ഒരു ഏകകഥയാക്കി മാറ്റും. ഒരാളിനെ കുറിച്ച് പല ആളുകൾക്കും പല രാജ്യത്തിന് പല സംസ്കാരവും പാരമ്പര്യവും വേഷവിധാനവും ഭാഷയും ഒക്കെയാണ്. അപ്പം ആളുകൾ ഓരോരുത്തരെ കുറിച്ചും ഓരോന്നും മനസ്സിലാക്കിയിരിക്കും. കേട്ടുകേൾവിയിലൂടെയും മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ചും ഒക്കെ ഒരാളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ കുറിച്ചോ അവരുടെ സംസ്കാരത്തിനെ കുറിച്ചോ ഒക്കെ കുറേ കേട്ടുകേൾവിയായിട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. അത് മാറൂല. അങ്ങനെ ആ കേട്ടുകേൾവിയിൽ നിന്നുണ്ടാകുന്ന ആ ഒറ്റ കഥകൾ ശരിക്കും അത് തന്നെ വിശ്വസിച്ച് വെച്ചിരുന്നാൽ ആ ഏകകഥകൾ വളരെ അപകടകാരികളാകുമെന്ന് മാത്രമല്ല അത് തനി പകർപ്പുകളെ സൃഷ്ടിക്കുകയും
ആ തനിപ്പകർപ്പുകൾ അപൂർണവും അസത്യവുമായിരിക്കാം. അത് ഈ കഥകളെല്ലാം ഒരേക കഥയാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരൊറ്റ കഥയിൽ മാത്രം വിശ്വസിക്കരുത്. നമ്മൾ ആ ആളുകളെ കൂടുതൽ അറിയുമ്പോൾ മാത്രമേ നമ്മൾ ഇത്രയും നാളും അവരെക്കുറിച്ച് ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അപൂർണവും അസത്യവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഏകകഥയെക്കുറിച്ചുള്ള അപകടങ്ങളെക്കുറിച്ചാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വിവിധ കഥകളെ ആസ്പദമാക്കി അഡീക്ക് തൻ്റെ ഈ പ്രഭാഷണത്തിലൂടെ ഇവിടെ പറയുന്നത്. ഇതോടുകൂടി പാഠം തീരുകയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് എന്താണ് ഫിഡേസ് വരാം. പിന്നെ write a letter to Adiki appreciating her for the speech she has written regarding the danger of a single story. പിന്നെ prepare 5 questions to interview Adiki. Adiki was very shocked when she visited Fide's house. She expressed her thoughts in her diary. Prepare the likely diary. The belief in single stories is dangerous and it creates stereotype. How far is this statement true? Prepare a write-up based on this statement. അതായത് ഒറ്റ കഥയിൽ വിശ്വസിക്കുമ്പോൾ അത് പകർപ്പുകളെ സൃഷ്ടിക്കുന്നു. അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതാനായിട്ട് ചോദിക്കാം. അഡിച്ചിയുടെ സ്പീച്ചിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവർക്കൊരു ലെറ്റർ എഴുതുന്നതായിട്ട് ചോദിക്കാം. ഫിഡയുടെ ഫാമിലിയെക്കുറിച്ചും അവൻ്റെ സ്വഭാവത്തിനെ കുറിച്ചും ഒക്കെ എഴുതാം. പിന്നെ ചോദിക്കാം. പിന്നെ ഉള്ളത് അഡീക്കിയുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്. How did the African and American books influence her? ആഫ്രിക്കൻ ബുക്സും അമേരിക്കൻ ബുക്സും അവളെ എങ്ങനെയാണ് സ്വാധീനിച്ചത് അതിനെക്കുറിച്ച് എഴുതാനായിട്ട് ചോദിക്കാം. പിന്നെ ഫിഡയുടെ കുടുംബത്തിനെ സന്ദർശിച്ചപ്പോൾ അവൾക്കൊരു ഞെട്ടലുണ്ടായി. അപ്പം അവളുടെ ആ ഒരു ചിന്തകൾ അവൾ ഡയറിയിൽ കുറിച്ചു. അതെന്തായിരിക്കാം? ഇങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ പാഠം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.